കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാക്കോയും മേരിയും എന്ന പരമ്പരയിൽ അപ്രതീക്ഷിതമായ ചാക്കോയുടെ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുകയാണ്. സ്വത്തുക്കളുടെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം എടുക്കണം എന്ന് തീരുമാനിക്കുന്ന എൽസ അതിനായി തന്നെ പഠിപ്പിച്ച അധ്യാപകനെ വിളിച്ചു വരുത്തുകയും അയാളും അയാളുടെ അച്ഛനും ചേർന്ന് നടത്തുന്ന അനാഥാലയത്തെപ്പറ്റി ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് അയാൾ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നു. ഇത് കേൾക്കുന്ന എൽസ താൻ 1 കോടി രൂപ ട്രാൻസ്ഫർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നും അത് അനാഥാലയത്തിന്റെ പേരിലേക്ക് ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നും വ്യക്തമാക്കുന്നത് അയാളെ ഞെട്ടിക്കുന്നു. ഇതേ തുടർന്ന് എൽസയെ ഈ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിനായി അയാൾ ശ്രമിക്കുന്നുവെങ്കിലും എൽസ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും കാര്യങ്ങളെല്ലാം ഇനി മാറ്റമില്ലാതെ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് എന്നും നിങ്ങൾക്ക് പൈസ സ്വീകരിക്കാൻ താല്പര്യമില്ല എങ്കിൽ മറ്റു വല്ലവർക്കും താൻ കൊടുത്തുകൊള്ളാമെന്ന് പറയുകയും ചെയ്യുന്ന എൽസ അവിടെ നിന്ന് പോകുന്നു. ഇതേ തുടർന്ന് അയാൾ തന്റെ അച്ഛനെ ചെന്ന് കാണുകയും കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തതിനെ തുടർന്ന് അവർ പൈസ സ്വീകരിക്കാം എന്നുള്ള നിലപാടിൽ എത്തിച്ചേരുന്നു. എന്നാൽ ഇതേ സമയം എൽസ അനാഥാലയത്തിനു വേണ്ടി പൈസ നൽകാൻ തീരുമാനിച്ചു എന്നുള്ള കാര്യം അറിയുന്നത് ആലീസിനെയും കുര്യച്ചനെയും ഞെട്ടിക്കുന്നു. എൽസയെ പിന്തിരിപ്പിക്കുന്നതിനായി ആലീസ് ശ്രമിക്കുന്നുവെങ്കിലും എൽസ തന്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ഇതേ തുടർന്ന് കുര്യച്ചൻ എൽസയുടെ തീരുമാനത്തെ പിന്താങ്ങുകയും എൽസയുടെ ഇഷ്ടം പോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം ചാക്കോയെ ചെന്ന് കാണുന്ന മേരി ചാക്കോയുടെ പഴയകാല കാര്യങ്ങൾ ചോദിക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് ചാക്കോ ഒഴിഞ്ഞു മാറുകയും അതെല്ലാം താൻ മറക്കാൻ ശ്രമിക്കുന്ന കാര്യമാണ് എന്ന് പറയുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന മേരി ചാക്കോ ചെറുപ്പത്തിൽ എവിടെയെങ്കിലും വെച്ച് ഞങ്ങളെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന മേരി താൻ ഒരു തവണ ഒരു കുട്ടിയെ പണ്ട് രക്ഷിച്ചിരുന്നുവെന്നും അവന്റെ പേര് ചാക്കോ എന്ന് തന്നെയായിരുന്നുവെന്നും വ്യക്തമാക്കിയതിനെ തുടർന്ന് ഒടുവിൽ ചാക്കോ താൻ തന്നെയാണ് അന്ന് രക്ഷിച്ച കുട്ടി എന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് ഇരുവരും അവിടെ നിന്ന് പോകുന്നു. എന്നാൽ തിരികെ കസ്തൂരിയുടെ വീട്ടിലേക്ക് മടങ്ങിയെത്തിയ ചാക്കോ സ്വപ്നം കണ്ട് ചിരിക്കുന്നത് കനക കാണാൻ ഇടയായതിനെ തുടർന്ന് ഈ ചിരിയുടെ പിന്നിലെ രഹസ്യം മേരിയാണോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് അല്ല എന്ന് വ്യക്തമാക്കുന്ന ചാക്കോ മേരിയെ താൻ അങ്ങനെ സങ്കല്പിച്ചിട്ടില്ല എന്ന് പറയുകയും നീലാംബരിയാണ് തന്റെ മനസ്സിലുള്ളത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ഈ കാര്യം കനകയെ ഞെട്ടിക്കുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.